അടൽ ബ്രിഡ്ജാണ് ആ കാണുന്നത്. അതിനെ കൊണ്ട് നടന്ന് നമുക്ക് അപ്പുറത്തിറങ്ങാം. ഇതാണ് അടൽ ബ്രിഡ്ജ്. ഈ കാണുന്നതാണ് അടൽ ബ്രിഡ്ജ്, ഗുജറാത്തിലെ ഫേമസ് ആയിട്ടുള്ള അടൽ ബ്രിഡ്ജ്. അഹമ്മദാബാദ് സബർമതി റിവറിന് കുറുക്കെയാണ് ഉള്ളത്. ബ്രിഡ്ജിൽ കയറിയിരിക്കുകയാണ്. 50 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. 50 രൂപയിലൊക്കെ ഞങ്ങൾ അകത്ത് കയറി. കുറേ നടക്കാം. സബർമതി നദിയും കണ്ട് നടന്ന് അകത്തോട്ട് പോകാം. അതൊരു കൊള്ളാം, നല്ല അത്ഭുതം തന്നെയാണ്. അടിയിലോട്ടൊക്കെ പോകാനായിട്ട് സ്റ്റെപ്പുണ്ട്. ബേസിലോട്ടൊക്കെ പോവാം. കൺസ്ട്രക്ഷൻ തന്നെ കൊള്ളാം. ഇതാണ് സബർമതി റിവർ. ഇവിടെ നടപ്പാതയാണിതിൽ. അവിടെ കൂടെ അതിൻ്റെ ഓപ്പോസിറ്റ് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് കുറേ ബ്രിഡ്ജസ് ഇവിടെ ഉണ്ട്. നമുക്ക് അതിലൂടെ അങ്ങ് പോവാം. ക്രോസ് ചെയ്ത് അതിലൂടെ അങ്ങ് വീട്ടിൽ പോവാം. റൂമിൽ പോകാം. അതല്ലേ അല്ലത്? മാർക്കറ്റിൽ പോകാൻ പറ്റുമോ അതിലെ കൂടെ? ഇവിടെ ഒരു വലിയ എക്സിബിഷൻ ഗ്രൗണ്ടാണ്. എക്സിബിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് ഞങ്ങൾ പോയില്ല. ഇത് കുറേ നടക്കാനുണ്ട്. അടൽ ബ്രിഡ്ജ് 50 രൂപ കൊടുത്താലും നഷ്ടമൊന്നുമില്ല. നല്ല വൈബുണ്ട്. ഇവിടെ നടുക്കൊരു പിന്നെ കോഫി ഷോപ്പൊക്കെ ഉണ്ട്, ഐസ്ക്രീം ഷോപ്പൊക്കെ ഉണ്ട്. മറുവശത്തു നിന്നുള്ള തീയോ മറുവശത്തും നദിയില്ല. ഒരു സൈഡിൽ നിന്ന് അപ്പുറം സൈഡിലോട്ട് വന്നു. രസാദി കൺസ്ട്രക്ഷനാണല്ലോ. ഇന്ന് കുലുങ്ങുന്ന പോലും ഇല്ല. ായിട്ട് റൗണ്ട് ഷേപ്പിൽ ബെഞ്ചൊരുക്കിയിട്ടുണ്ട്. ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ടാണത്. ഇവിടെ ഐസ്ക്രീം കട തന്നെ. ഐസ്ക്രീം കടകൾ തന്നെ മൊത്തത്തിലുള്ളത്. ഇവിടെ റിവർ കാണാൻ പറ്റുമായിരിക്കും, പക്ഷെ ഇപ്പോൾ ഒന്നും കാണുന്നില്ല. ഗ്ലാസ് ആയിട്ടേക്കുന്നു. ഏകദേശം ഞങ്ങൾ മധ്യത്തിലെത്തിക്കഴിഞ്ഞു. ഇനി ഇപ്പോൾ കയറ്റമായിരുന്നു, ഇനി ഇറക്കമാണ്. ഇറങ്ങി അങ്ങ് വരെ പോവാം. ഒരേ കാഴ്ചകൾ തന്നെയാണ് ഉള്ളത്. നടുക്ക് രണ്ടിടത്ത് ഐസ്ക്രീം ഷോപ്പുണ്ട്. വേറെ എന്തോ കഴിക്കാനൊക്കെ ഉണ്ട്. ഐസ്ക്രീം മാത്രമല്ല, സാൻഡ്വിച്ച്, ബർഗർ ഇതൊക്കെ കാണിക്കുന്നുണ്ട് അവിടെ. നദിയുടെ കുറുക്കെ അടൽ ബ്രിഡ്ജിലൂടെയുള്ള ഞങ്ങൾ നടത്തം തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം അവസാനിക്കാറായി. ഇതിലെ ടിക്കറ്റ് ഒരാൾക്ക് 50 രൂപയാണ്. ഫ്ലവർ ഷോയുടെ ടിക്കറ്റ് 70 രൂപയാണ്. അങ്ങനെ 120 രൂപയാണ് മൊത്തത്തിലുള്ള ടിക്കറ്റ് നിരക്ക്. ഇത് ഇൻ്റർനാഷണൽ ഫ്ലവർ ഷോ ആണ് ഇവിടെ നടക്കുന്നത്. എല്ലാ വർഷവും നടക്കാറുണ്ട്. ഇപ്പോൾ 2025 ഫ്ലവർ ഷോ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ. ഇതിപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പുറത്തിറങ്ങി അങ്ങ് പോകാനും പറ്റും. തിരിച്ചു വേണമെന്നില്ല. സബർമതി റിവർ ഫ്രണ്ടിലെ അടൽ ബ്രിഡ്ജിൻ്റെ മേളിൽ കൂടെ നടന്ന് അതിൻ്റെ മറുകര എത്തിയിരിക്കുകയാണ്. സബർമതി റിവറിന് മറുകരയിൽ ബ്രിഡ്ജിൻ്റെ ഒരറ്റത്ത് തുടങ്ങി മറ്റേ അറ്റത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ഇതിലേക്കൂടെ നമുക്ക് പുറത്തിറങ്ങി പോകാനായിട്ട് പറ്റും. അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് ഇങ്ങോട്ട് കയറാനും പറ്റും. ഇതാണ് എളുപ്പം. അത്രയും ചുറ്റേണ്ട ആ കാണുന്ന ബ്രിഡ്ജിൽ കൂടാണ് ഞങ്ങൾ കയറി വന്നത്. കയറി കറങ്ങി അവിടാണ് ആ ലൈറ്റ് കാണുന്നിടത്താണ് ഫ്ലവർ ഷോ നടക്കുന്നത്. അത്രയും ദൂരം നടന്ന് ഈ ഓപ്പോസിറ്റ് എൻഡിൽ നിന്നാണ് ഞങ്ങൾ തിരിച്ച് ഇങ്ങോട്ട് ക്രോസ് ചെയ്തിങ്ങ് വന്നത്. ഇനിയിപ്പം അത്രയും ദൂരം നടന്ന് തിരിച്ചുകൊണ്ട് കാര്യമില്ല. ഇതിലെ കൂടെ ഇറങ്ങി അങ്ങ് നമുക്ക് പോകാനായിട്ട് കഴിയും. ബ്രിഡ്ജ് കടന്ന് ക്രോസ് ചെയ്ത് വന്നു. ഇപ്പുറത്ത് വന്ന് നിൽക്കുകയാണ് അടുത്ത എൻഡിൽ. ഇതാണ് അടൽ ബ്രിഡ്ജ്. ഇതാണ് സബർമതി റിവർ. ഇതിൻ്റെ ഇവിടെയൊക്കെ ഇറങ്ങി നമുക്ക് നടക്കാം. ഇവിടെ സൈക്കിളൊക്കെ വെച്ചിട്ടുണ്ട്. സൈക്കിളൊക്കെ ചവിട്ടി വെച്ച് ഇതിപ്പം ദുബായ് കോർണിഷ്, അതേപോലെ തന്നെ ഷാർജ കോർണിഷ്, അബുദാബി കോർണിഷ് ആ ഒരു സ്റ്റൈലിലാണ് ഒരുക്കിയിരിക്കുന്നത്. പക്ഷെ അതിനേക്കാളൊക്കെ ഭയങ്കര മാരകമായ ലെങ്തുള്ള സ്ഥലമാണിത്.